يا مكة ما أطيبك بشجون همس الهادي. നമ്മൾ ആലോചിച്ച് നോക്കണം, സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിട്ട് കുഞ്ഞിന് പരിക്ക് പറ്റുകയാണ്. ഈ ഒരു വല്ലാത്ത സാഹചര്യം ഉമ്മുസലമക്ക് സഹിക്കാൻ പറ്റില്ല. ഉമ്മുസലം പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലൽ ഹബീബ് സീസൺ 2-ന്റെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഹിജ്റയുടെ പാഠങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ എപ്പിസോഡുകളിൽ ഓരോ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കൂടുതൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ഗന്ധികളാകുന്ന ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ അനുചരന്മാരോടുമുള്ള നമ്മുടെ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ രൂഢമൂലമാകുന്ന സാഹചര്യമാണുള്ളത്. അത്രയും ഹൃദയസ്പൃക്കായ സംഭവങ്ങളാണ് ഹിജ്റയുടെ ഈ പാഠങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതൊക്കെ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തുവാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹിജ്റയ്ക്ക് ഹിജ്റ എന്നുള്ള ആ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പായി നടന്ന അതിൻ്റെ കുറേ ഒരുക്കങ്ങളെ കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥ ഹിജ്റ എന്നുള്ള സംഭവം തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു നാഫിയായ ഇൽമു നൽകട്ടെ. ബഹുമാനനായ ഹാഫിദ് സഈദ് അലി വാഫി ഉസ്താദ് നമ്മുടെ കൂടെയുണ്ട്. ഹിജ്റയുടെ പ്രധാനപ്പെട്ട ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കുറിച്ച് ഉസ്താദ് നമ്മോട് സംവദിക്കും. നമുക്ക് കാതോർക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم واجعلنا ممن يستمعون القول فيتبعون أحسنه. إن شاء الله ഇന്നത്തെ ക്ലാസ് മുതൽ സഹാബാക്കൾ മദീനയിലേക്ക് ഹിജ്റ പലായനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ്, അതിൻ്റെ മുന്നുണ്ടായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അവരെ മാനസികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയത്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ അവർ ഹിജ്റ ആരംഭിക്കുകയാണ്. ഇവർ ഹിജ്റക്ക് വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ മക്കയിലുള്ള മുസ്ലിങ്ങൾ പുതിയൊരു ആദർശത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ ഈ ആദർശവുമായി മക്കയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമാണ്. അവർക്ക് രണ്ട് ഓപ്ഷനാണ് മുന്നിലുള്ളത്. ഒന്നെങ്കിൽ ആദർശം വെടിയുക, അല്ലെങ്കിൽ സ്വന്തം നാട് വെടിയുക. സ്വന്തം ജീവൻ പോയി, നാടല്ല ജീവൻ പോയാലും ആദർശം വെടിയാൻ അവർ തയ്യാറാവില്ല. കാരണം അവർ അത്രയും മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ആദർശമാണ്. പിന്നീടുള്ള ഒരു ഓപ്ഷൻ നാട് വിടുക എന്നത് മാത്രമാണ്. അപ്പോൾ അവരതിനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ നടന്നിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനായിട്ട് കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ അവർ ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഹിജ്റക്ക് മുമ്പുള്ള അധ്യായങ്ങളിൽ ഹബഷയിലേക്ക് പോണുണ്ട്. നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ അത് വരുന്നില്ല, ഈ ഒരു സീരീസിൽ അത് വരുന്നില്ല. ഹബഷയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവരിത് എങ്ങനെങ്കിലും ഒരു ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യവും അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. കേവലം 3 വർഷം കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അങ്ങനെ മദീനയിൽ അവർക്ക് മാന്യമായിട്ടുള്ള ഒരു ഗേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സഹാബാക്കൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ഏകദേശം എല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ പോവാത്തത്, പിന്നെ ബന്ദികളാക്കിയത്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാകുമല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു ഇവർ യാത്ര ചെയ്തിട്ടില്ല. കാരണം ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിക്കുകയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ മദീനയിലുണ്ട്, മക്കയിലുണ്ട്. മഹാഭൂരിപക്ഷവും പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ പോകുന്നവരുടെ മുഴുവനും ചരിത്രം പറയുന്നതിന് മുമ്പ് ആ പോയതിന്റെ എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചാണ് അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാൻ 1-2 സഹാബത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അത് മുഖേന ഒരു ഏകദേശ ചിത്രം ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉമ്മു സലമ, അബൂ സലമ എന്നിവർ യാത്ര ചെയ്തതും അതുപോലെ തന്നെ സുഹൈബ് റൂമി ഇവരുടെ
എല്ലാവരുടെ ചരിത്രം പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. അതിനങ്ങനെയാണ് വേറെ സീരീസ് തുടങ്ങേണ്ടത്. അപ്പൊ അതിന് സാധ്യമല്ല. അപ്പൊ അതിന്റെ ഒരു ഏകദേശ ചിത്രം ലഭിക്കാൻ വേണ്ടി കേവലം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ഈ ഒരു ഹിജ്റ നമ്മൾ പരാമർശിക്കുന്നത്. ആദ്യമായി ഉമ്മു സലമ, അബൂ സലമ. ഇവർ രണ്ടുപേരും ഹബശയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഹബശയിലേക്ക് പലായനം ചെയ്ത് അവിടെ നിന്ന് അവർക്കൊരു കുഞ്ഞ് ലഭിച്ചിട്ടുണ്ട്, കുഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരാണ് സലമ. അവരുടെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉമ്മു സലമ, അബൂ സലമ എന്ന് പറയുന്നത്. ഉമ്മു സലമയുടെ പേര് ഹിന്ദ് ബിന്ത് അബി ഉമയ്യ എന്നാണ് ഉമ്മു സലമയുടെ പേര്. അവര് ബനുൽ മുഗീറ ഗോത്രക്കാരിയാണ്. അതുപോലെ തന്നെ അബൂ സലമ, അവരുടെ പേര് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ അസദ്. അവര് അബ്ദുൽ അസദ് ഗോത്രാണ്. ഇങ്ങനെ രണ്ട് പേരാണ് ഉള്ളത്, ഉമ്മു സലമ, അബൂ സലമ. ഇവരുടെ മക്കള് സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിൻ്റെക്ക് ചേർത്തുകൊണ്ടാണ് അബൂ സലമ, ഉമ്മു സലമ എന്ന് പറയുന്നത്. ഇവര് ഈ ഒരു സാഹചര്യം ഒരുങ്ങിയ ഉടനെ ഹിജ്റക്കായിട്ട് തയ്യാറാവുകയാണ്. കാരണം മക്കയിൽ അവർ വല്ലാതെ പ്രയാസത്തിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഹിജ്റ ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം 2ാം അഖബ ഉടമ്പടിക്ക് മുമ്പാണ്. 1ാം അഖബ ഉടമ്പടി നടന്ന ഉടനെ തന്നെ ഇവര് ഹിജ്റ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവർക്ക് മദീനയിൽ അത്രയും ജീവിക്കാൻ പറ്റാത്തൊരു മക്കയിൽ അത്രയും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോ 2ാം അഖബ ഉടമ്പടിക്ക് പോലും കാത്തുക്കാനുള്ള സമയം അവർക്കില്ല. അതിനു മുമ്പ് തന്നെ അവര് ഹിജ്റ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവര് ഹിജ്റ ചെയ്യാൻ വേണ്ടിയിട്ട് അബൂ സലമ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്താണ്, സുദീർഘമായിട്ടുള്ള ഒരു ഹദീത്താണ്. മുഴുവനായിട്ടും അർത്ഥം വെക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രം പറയാം. അവര് ഹിജ്റ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അബൂ സലമയെ അതുപോലെ തന്നെ ഉമ്മു സലമയും അവർ പിടിച്ചു വെച്ചു. ഉമ്മു സലമയുടെ ഗോത്രം ബനുൽ മുഗീറ ആയിരുന്നല്ലോ. ബനുൽ മുഗീറ ഗോത്രം വന്ന് പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ പോകാം, കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ ഗോത്രക്കാരിയായിട്ടുള്ള ഉമ്മു സലമയെ ഒരിക്കലും താങ്കളുടെ കൂടെ വിടൂല എന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം ക്രൂരാന്ന് നോക്കണം. കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങളത് സമ്മതിക്കൂല. ബനുൽ മുഗീറ ഗോത്രക്കാര് പറഞ്ഞു ഉമ്മു സലമ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, അവരൊരിക്കലും നിങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഒരു ദുരഭിമാനം അവര് അത് പിടിച്ചു വെച്ചു, എങ്ങനെയാലും സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ ഉമ്മു സലമയെ പിടിച്ചു വെച്ച ആ ഒരു ദേഷ്യത്തില് പിന്നെ അബ്ദുൽ അസദ് ഗോത്രം അവര് പിന്നെ ഉമ്മു സലമയും മക്കളെയും കൂടിയാണ് പിടിച്ചു വെച്ചത്. അഥവാ സലമ എന്ന കുഞ്ഞിനെയും അതുപോലെ തന്നെ ഉമ്മു സലമയും കൂടിയാണ് ആര് പിടിച്ചു വെച്ചത്? ബനുൽ മുഗീറ ഗോത്രം പിടിച്ചു വെച്ചത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നി അബ്ദുൽ അസദ് ഗോത്രം എന്ന് പറഞ്ഞ് അബൂ സലമയുടെ ഗോത്രക്കാർക്ക് ദേഷ്യായി. കാരണം അവരെ കുഞ്ഞുണ്ട്. അപ്പൊ ഉമ്മു സലമ അതൊരു പക്ഷെ നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടതായിരിക്കും, ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഈ മകന് സലമ അത് ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവരാണ്, അതൊരിക്കലും ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിരുവരും തമ്മിൽ ഈ കുഞ്ഞിന്റെ പേരിൽ അടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ചരിത്രത്തിൽ നിന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നത് പ്രകാരം അങ്ങനെ ഈ സലമ എന്ന കുഞ്ഞിന്റെ ഷോൾഡറിനെ പരിക്ക് പറ്റിയെന്നാണ്. അത്രത്തോളം അവരെന്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഫൈറ്റായിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, അത്രത്തോളം പ്രയാസമാണ് അവർ അനുഭവപ്പെടുന്നത്. സ്വന്തം കുഞ്ഞിനെ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിട്ട് കുഞ്ഞിന് പരിക്ക് പറ്റാണ്. ഈ ഒരു വല്ലാത്ത സാഹചര്യം ഉമ്മു സലമക്ക് സഹിക്കാൻ പറ്റില്ല. ഉമ്മു സലമ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളി, ഞാൻ പോണില്ല. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിനെ ആണല്ലോ അവരെ അപകടപ്പെടുത്തുന്നത്. അങ്ങനെ ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകാനിരിക്കുന്ന ആ ഒരു സാഹചര്യം അവസാനം വന്നുണ്ടായത് എന്താ? 3 ആൾക്കാർ 3 വഴിയിലായി. കാരണം അബൂ സലമ മദീനയിലേക്ക് ഹിജ്റ പോയി, ഉമ്മു സലമയെ ബനുൽ മുഗീറ ഗോത്രം പിടിച്ചു വെച്ചു, ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞു. അവര് പിടിച്ചു വെച്ച ആ ദേഷ്യത്താല് ബനുൽ അസദ് ഗോത്രം വന്നിട്ട് ആര് പിടിച്ചു വെച്ചു? സലമ എന്നുള്ള മകനെയും പിടിച്ചു വെച്ചു. അപ്പൊ ഇവര് 3 പേരും 3 ഭാഗത്തായി, പിതാവും മാതാവും മകനും കൂടി 3 ഭാഗത്തായി. എത്രത്തോളം പ്രയാസമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വല്ലാത്തൊരു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ ഉമ്മു സലമ പറയാണ്, ഈ ഒരു ടെൻഷനിൽ ഞാൻ ഒരുപാട് കാലം വിഷമിച്ച് ഇങ്ങനെ അബുതഹ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് കുറച്ചപ്പുറത്തുള്ള ഒരു സ്ഥലത്തിന് അങ്ങനെയാണ് പറയാ, അവിടെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ വേർതിരിക്കപ്പെട്ടത്. അങ്ങനെ അവിടെ പോയിട്ട് ഇവരിങ്ങനെ ദിവസം ഇങ്ങനെ കരഞ്ഞിതാ നേരം അവസാനം ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാതെ മനസ്സലിവ് തോന്നി. ആ ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവരോട് പോയി പറഞ്ഞു, എന്തിനാണ് ഈ ഒരു സാധു സ്ത്രീയെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? അവരവരുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോട്ടെ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ചോദിച്ച്. കാരണം ആ കാലഘട്ടത്തിൽ ഒരു കരുണ അലിവ് എന്ന് പറഞ്ഞത് ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ അവര് പിന്നെ
അവരെ സമ്മതിച്ചു, എന്നാ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ കേട്ട ഉടനെ അപ്പോൾ മകനെയും കൊടുത്തിട്ടുണ്ട്, സലമ എന്നുള്ള മകനെയും ഉമ്മ സലമക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് കേട്ടുടനെ വല്ലാത്തൊരു സന്തോഷത്തില് കെട്ടിയെടുത്ത് വെച്ചിട്ട് അവർ പോവുക ചെയ്യുന്നത്, മുന്നും പിന്നും നോക്കാതെ അവർ പോവുക ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 400 കിലോമീറ്റർ ഉണ്ടല്ലോ. അന്ന് ഒട്ടകത്തിന്റെ ആ ഒരു അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 8-9 ദിവസങ്ങളോളം, ഏകദേശം 10 ദിവസം നമുക്ക് കൂട്ടാം, 10 ദിവസത്തോളം വഴിയാത്ര ഉണ്ട്. അത്രയും ദൂരം ആരോരുമില്ലാതെ. ഉമ്മു സലമ അതിനെ കുറിച്ച് പറയുന്നത് വമാ മഅി അഹദും മിൻ ഖൽഖില്ല, എന്റെ കൂടെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളും ഒറ്റക്ക് ഒരു സ്ത്രീയും കുഞ്ഞും യാത്ര ചെയ്യും. ഈമാന്റെ ഒരു പവറാണ്. കാരണം എന്താ ചെയ്യും, ഒന്നും ചെയ്യാനില്ല, അങ്ങനെ പോവാണ്. അങ്ങനെ അവര് തനൈമ് എന്ന പ്രദേശത്ത് എത്തിയപ്പോ, തനൈമ് എന്ന് പറഞ്ഞാൽ അന്ന് മീഖാത്ത് ഉംറ പോയവർക്കൊക്കെ അവിടെ വെച്ചിട്ടാണ്, ആയിഷ മസ്ജിദ് വെച്ചിട്ടാണ് നമ്മൾ ഇറാൻ ചെയ്യാറ്. അവിടെ എത്തിയപ്പോൾ അവര് ഉസ്മാൻ ഇബ്നു തൽഹയെ കണ്ടു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അബി തൽഹ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു, ഞാൻ ഉരീദ് സൗജി ബിൽ മദീന, ഞാൻ മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെയും അന്വേഷിച്ചാണ് പോകുന്നത്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അബി തൽഹക്ക് വല്ലാതെ അത്ഭുതം തോന്നി. അവമാ മഅക അഹദുൻ, എന്താ താങ്കളുടെ കൂടെ ആരുമില്ലേ, ഒറ്റക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖുൽതു മാ മഅി അഹദുൻ ഇല്ലല്ലാഹ് വബ്നി ഹാദാ, എൻ്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഈ കുഞ്ഞുമല്ലാതെ മറ്റാരും ഇല്ല എന്ന് പിന്നെ ഉമ്മു സലമ അവരോട് മറുപടി പറഞ്ഞു. അപ്പോൾ അവർക്ക് വല്ലാതെ പ്രയാസം തോന്നി. വല്ലാഹി മാ ലക്കി മിൻ മത്രകിൻ, ഒരിക്കലും ഇങ്ങനെ ഒറ്റക്ക് താങ്കൾ വിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അബി തൽഹ അവരുടെ ഒട്ടകത്തെ നൽകി അവരോടൊപ്പം മക്ക മുതൽ മദീന വരെ യാത്ര ചെയ്തു. എന്നിട്ട് ആ യാത്രക്കിടയിലെ സംഭവങ്ങളൊക്കെ തനഈം മുതൽ മദീനയിലെ ഖുബാ വരെ, ഖുബായിലായിരുന്നു അബൂ സലമ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നത്, അവിടെ വരെ യാത്ര ചെയ്തു. ആ യാത്രക്കിടയിലുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങേയറ്റം മാന്യമായിട്ടാണ്, ഒരിക്കൽ പോലും എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല, എനിക്കൊരിക്കലും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല, വളരെ മാന്യത കീപ്പ് ചെയ്തിരുന്നു എന്നൊക്കെ പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അവസാനം അവര് ഖുബായിലെത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അബി തൽഹ പറഞ്ഞു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അബി തൽഹ മുസ്ലിം ആയിട്ടില്ല, പിന്നെ അസത്യത്തിന്റെ പാതയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും എന്താണ്, അവർക്ക് ഒരു കുലീനത അവർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മക്കയിൽ ഇസ്ലാം വന്നതും. ഇസ്ലാം നമ്മളിപ്പോ എന്താ റബീഉൽ അവ്വലിന്റെ പ്രഭാഷണത്തിലൊക്കെ എന്താ മദ്യത്തിന്റെയും മദ്രാശിയുടെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അത് കേട്ട് താമസിച്ചാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് ഇങ്ങനത്തെ കുറെ പോസിറ്റീവ് വശങ്ങളും പരിവർത്തനം നടത്തപ്പെടാൻ പറ്റുന്ന ഒരു ചില വാശികളുണ്ട്. അപ്പൊ അത് നെഗറ്റീവിലുള്ള ആ വാശി നേരെ പോസിറ്റീവിലാക്കി കൊടുക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ് മക്കയിൽ തന്നെ ഇസ്ലാം അവതരിക്കപ്പെട്ടതും. അങ്ങനെ ഈ ഒരു സ്വഭാവ മഹിമ അവർ നേരെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് അത്രേ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവര് ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. അപ്പോ എന്നിട്ടും എന്താണ്, ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല. അവര് പിന്നെ ഫത്ഹ് മക്കയുടെ തൊട്ടു മുമ്പാണ് മുസ്ലിം ആകുന്നത്. എന്നിട്ട് പോലും നല്ല കുലീനതയിൽ അവര് അങ്ങോട്ട് പെരുമാറുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം അവിടെ എത്തി, കുബയിലെത്തിയപ്പോ എന്നിട്ട് ചരിത്രത്തിലും പറയുന്നത് പ്രകാരം കുബയിലെത്തി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അവിടെയാണ് നിങ്ങളുടെ പിന്നെ ഭർത്താവ് ഉള്ളത്, നിങ്ങൾ പോയിക്കോളൂ, ഈ ഒട്ടകത്തെയും നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അത്രയും മാന്യമായിട്ട് ഒട്ടകത്തെയും നിങ്ങൾ എടുത്തോളൂ, കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നിട്ടില്ല. അത് മാത്രമല്ല പിന്നെ ഉമ്മു സലമ അതിനുശേഷം പറയുന്നുണ്ട്, ഫവല്ലാഹി മാ സഹിബ്തു റജുലൻ മിനൽ അറബി ഖത്തു അറ അന്നഹു കാന അക്രമ മിൻ, ഉസ്മാൻ ഇബ്നു അബി തൽഹയേക്കാൾ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയെയും അറേബ്യൻ ജനതയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മാന്യനായ വ്യക്തിയായിരുന്നു. ഏതായാലും അവസാനം ഈ ഒരു എന്താ ദുഃഖമായിട്ടുള്ളൊരു അധ്യായത്തിന് അവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് അവിടെ അവസാനമാവുകയാണ്. ഇതൊരു ഒരു ചരിത്രം. വേദനകൾക്ക് ശേഷമാണ് അവർ അങ്ങനെ കിട്ടുന്നത്. സന്തോഷം എന്ന് പറഞ്ഞാല് ഹിജ്റ തന്നെയാണ്, നാട്ടിൽ നിന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അതെ, പ്രീവിയസ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആശ്വാസമായിട്ട്. ഇതാണ് അവരുടെ ചരിത്രം. അവരുടെ ഒരു ഹിജ്റയുടെ പ്രയാസം മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറയുന്നത്. രണ്ടാമതായിട്ട് സുഹൈബ് റൂമിയുടെ ചരിത്രം. സുഹൈബ് റൂമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും റോമക്കാരനല്ല. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ റോമയിൽ അടിമയാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ നടന്നൊരു യുദ്ധത്തിൽ, പണ്ടങ്ങനായിരുന്നു, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ അടിമയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അടിമയാക്കി പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിമയാക്കി പിടിക്കപ്പെട്ട് അദ്ദേഹം അവിടെയാണ് വളരുന്നത്, റോമിലാണ് വളരുന്നത്. അപ്പൊ അവരുടെ ലാംഗ്വേജ് ഒക്കെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ രൂപങ്ങളും
ഒരു റോമക്കാരോട് ഒരു വെളുത്ത അറബികളുടെ രൂപമല്ലായിരുന്നു. നമ്മളിപ്പോ ഈ പ്രഭാഷണത്തിൽ കേൾക്കുന്നുണ്ടല്ലോ, കറുത്ത ബിലാലിനെയും വെളുവെളുത്തിന് സുഹൈബിനെയും എന്നൊക്കെ പറയണ്ടല്ലോ. അതാണ് സുഹൈബ് റൂമി എന്ന് പറയുന്നത്. അവരുടെ പ്രകൃതവും ഒരു അറേബ്യൻ പ്രകൃതമായിരുന്നില്ല. ഇങ്ങനത്തെ സുഹൈബ് റൂമി ഇദ്ദേഹത്തെ അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ വാങ്ങി, അടിമത്തത്തിൽ നിന്ന് വാങ്ങി പിന്നീട് മോചിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അടിമത്തം മാറി സ്വതന്ത്രനായി തീരുന്നത്. ഇദ്ദേഹം നല്ല കുലീനനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്മാർട്ട് ആയിട്ടുള്ള സാമർത്ഥ്യമുള്ള വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ബിസിനസ് ചെയ്ത് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹവും അമ്മാർ ഇബ്നു യാസിറൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവരങ്ങനെ മുസ്ലിമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകാൻ നിൽക്കുകയാണ്. യാത്ര പോകാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ വന്ന് തടഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യുക? കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒന്നുമില്ലാത്ത അടിമയായിട്ടാണ് മക്കയിലേക്ക് വന്നത്. ഈ മക്കയിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഈ സമ്പാദിക്കായിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ പോവുക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാൻ പിന്നെ സമ്പാദ്യവുമായിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിൽ എൻ്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾക്ക് തരാം. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാനത് കുഴിച്ചു വെച്ചത്, അവിടെ പോയി നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾ അത് എടുത്തോളൂ, അത് കുഴപ്പമില്ല, എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ അന്നൊക്കെ ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും അവര് ഇങ്ങനെ എവിടെയെങ്കിലും കുഴിച്ചിട്ടൊക്കെയാണ് അവർ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ മദീനയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം, കൊള്ളക്കാരെ പിടിക്കുകയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവര് പിന്നെ പോകുന്ന സന്ദർഭത്തിൽ അവരുടെ സമ്പാദ്യം മുഴുവനും നല്ല മുഴുവനും കൊടുത്തു. പറഞ്ഞതുപോലെ നല്ല ബിസിനസ് ആയിരുന്നു. ബിസിനസ് ചെയ്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് കൊടുത്തിട്ടാണ് സുഹൈബ് റൂമി മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചരിത്രവും കൂടിയുണ്ട്. ചില ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതായത് സുഹൈബ് റൂമി നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പക്കല് ആവനാഴിയിൽ ഒരുപാട് അമ്പുണ്ടായിരുന്നു. പോകാനിരിക്കുന്ന നേരം അവരെ പിടിക്കാൻ വന്ന ഖുറൈശികളോട് പറഞ്ഞു, എൻ്റെ പക്കൽ 40 അമ്പുണ്ട്, ഓരോ അമ്പും വെച്ച് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വീഴ്ത്തും, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പക്കല് വാളുണ്ട്, ആ വാൾ ഉപയോഗിച്ചും ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാതെ പ്രയാസമായിട്ടുണ്ട്. പിന്നെ ഏതായാലും പണം കിട്ടിയതോട് കൂടിയിട്ട് സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു പിന്നെ അവർ വിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്ദർഭത്തിലാണ് ഇവരുടെ പേരിൽ ഒരു ആയത്ത് ഇറങ്ങിയത് അറിയുന്നു. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാ മർളാത്തില്ലാ. സ്വന്തം നഫ്സ് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ച് വിൽക്കുന്ന ചിലരുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു പിന്നെ പാശ്ചാത്തലത്തിലാണ് ഈ ഒരു സൂക്തം അവതീർണമാകുന്നത്. മാത്രവുമല്ല സുഹൈബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അവരെ കണ്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിഹ സുഹൈബുൻ. കാരണം തന്റെ പക്കലുള്ള മുഴുവൻ സമ്പത്തും നൽകിയിട്ടാണ് ഇസ്ലാം അവർ വാങ്ങിയത്. ആ ഒരു ഇസ്ലാം വാങ്ങിയത് മുഖേന അവർ വിജയിച്ചിരിക്കുന്നു, ഒരുപാട് ലാഭം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അവരുടെ ഈമാൻ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക ചെയ്തത്. കാരണം ഇത് ആരും അറിഞ്ഞിട്ടില്ല. ഇത് മക്കാരറിഞ്ഞിട്ടുണ്ട്, മദീനക്കാരും അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം ഇവര് വരുന്ന വഴിയിലാണ്. അപ്പോ സ്വാഭാവികം ഇവരാണ് ആദ്യം എത്തുന്നത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് ആ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വഹി മുഖേനയാണ് എന്ന് സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹുവിന് ഉറപ്പാവുകയും അദ്ദേഹത്തിന്റെ ഈമാൻ കൂടുതൽ ദൃഢമാവുകയുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തപ്പോൾ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെയും അവരുടെ മകനായ സലമ റളിയല്ലാഹു അൻഹുവിന്റെയും ഇവരുടെ 3 പേരുടെയും ചരിത്രം നമ്മളെ കണ്ണുകളെ ഈറണിയിക്കുന്ന ആ ഒരു ചരിത്രം നമ്മൾ ഇതിൽ പറഞ്ഞു. അവരുടെ ഒരു വേർപാടിന്റെ ആ ഒരു ദുഃഖം അതുപോലും സഹിച്ചുകൊണ്ടാണ് അവര് ശരിക്കും ഹിജ്റ പോകുന്നത്. അത് വല്ലാത്തൊരു ഹൃദയഹാരിയായ ഒരു സംഭവമാണ്. ഹൃദയത്തെ വല്ലാതെ നോവുണ്ടാക്കുന്ന ഒരു ചരിത്രമാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും മുമ്പ് അടിമയായിരുന്നിട്ട് പോലും പിന്നീട് മക്കയിൽ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഒരു നിമിഷം പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കാൻ കാണിക്കുന്നു വല്ലാത്തൊരു മനസ്സ്. അത് വേറെ എന്തോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വേറെ കുറെ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹുവിനെ അംഗീകരിക്കുകയും വഹദാനിയത്തിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ അത് കൊടുക്കേണ്ടി വരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു മനസ്സ്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചരിത്ര വിശകലനങ്ങളുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമായി തീരുവാനുള്ള കാരണങ്ങളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صعب أن تهجر ما سكنا في القلب فذاك جحيم عنا لكن سيهون إذا سكبت في قلبك الله معنا. وهنا يكون التغيير حلم يبدأه مسير في ظل الهم الأكبر ما يعظم سيكون صغير. وهنا يكون التغيير حلم